വേറെ സംഭവം എന്ന് പറഞ്ഞാൽ പലരും പറയണ എ ഐ സ്വന്തമായിട്ട് ചിന്തിക്കും, അല്ലെ എ ഐക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്, അങ്ങനെയൊക്കെ പലരും പറയണേക്കാം. പക്ഷെ അതിന് ജോൺ സീൾ എന്ന് പറഞ്ഞ ഒരാൾ അതിന് ഒരു മറുപടി ആയിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് റൂം തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചൈനീസ് റൂം, അല്ലെങ്കിൽ ഒരു റൂം, സാധാ റൂം, അതിൻ്റെ ഉള്ളിൽ ഒരാൾ പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. അയാളുടെ അടുത്ത് എന്തുണ്ട്? ആ ആളുടെ അടുത്ത് ഒരു റൂൾ ബുക്ക് ഉണ്ട്, അതായത് ചൈനീസ് റൂൾ ബുക്ക്. ആ ചൈനീസിൻ്റെ ലാംഗ്വേജിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ. ആ റൂമിൽ നിന്ന് അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അയാൾ ആ റൂമിനുള്ളിൽ പെട്ട് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യാണ്? ചൈനീസ് ക്വസ്റ്റ്യൻസ്, ചൈനീസ് അറിയുന്ന ഒരാൾ ചൈനീസ് ക്വസ്റ്റ്യൻസ് അതിനിടയിലേക്ക് ഇടുകയാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടുകയാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള ആൾക്ക് ചൈനീസ് അറിയില്ല. അപ്പോൾ നമ്മളാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചൈനീസ് അറിയില്ലല്ലോ. നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് റൂൾ ബുക്ക് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ അവർ ഈ പുറത്തുനിന്ന് തന്ന ആൾ തന്ന ക്വസ്റ്റ്യൻസിന് കൂടി റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമുക്ക് നോക്കി ഉത്തരങ്ങൾ പറയാം. മനസ്സിലായ? പക്ഷേ ഈ ഉള്ളിലുള്ള ചൈനീസ് അറിയോ? ഇല്ല. അയാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് ഉള്ള ഈ പേപ്പർ വെച്ചിട്ട് നോക്കിയിട്ട് ഇതാക്കുകയാണ്. അതേപോലെ തന്നെ എ വർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അവരെ സെമാൻറ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ യൂസർ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ സംഭവം ഉണ്ടാവും, അത് വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് എ റെസ്പോൺസ് തരുന്നത്. അല്ലാണ്ട് എ ഐക്ക് സ്വന്തമായിട്ട് കോൺഷ്യസ്ലി തിങ്ക് ചെയ്യാനോ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് കൂടുതലും ചാറ്റ് ജി പി ടി പോലത്തെ സംഭവം ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ കൂടുതലും അങ്ങനെ ഒരു ഇത് വരുന്നത്, ഗ്ലിച്ച് വരുന്ന പോലെ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും പലവരും വിശ്വസിക്കുന്നത്, അതേപോലെ പലവരും പറയുന്നത് എ ഐക്ക് സ്വയം ചിന്തിക്കാൻ പറ്റുന്നുള്ള കുറെ തിയറീസും വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇപ്പൊ ഈ സംഭവം ചെയ്തത്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് എന്താ പറയാ, ഇതനുസരിച്ച് കുറെ തിയറീസും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഭാവിയിൽ എ ഐ മനുഷ്യബുദ്ധിനെക്കാട്ടിലും വേറെ ലെവലെത്തുന്നൊക്കെയാണ് പറയുന്നത്. പലരും മറ്റേ സൂപ്പർ എ ഐ എന്നൊരു സൂപ്പർ എ ഐ, അതായത് എന്തിനും പോലെ എല്ലാതും എ ഐനെ കൊണ്ട് എല്ലാതും പറ്റും, ഒരു മനുഷ്യനെ മറികടക്കുന്ന രീതിയിൽ എ ഐ എത്തുന്നൊക്കെ പലരും പറയണേക്കാം. കാരണം എന്തിനും സിനിമയില് ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ സ്വയം ഇമോഷൻസ് വരാനും ചിന്തിക്കാൻ അങ്ങനത്തെ ഒരു സംഭവം വരുമായിരുന്നു. അതിന്റെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ അറിയില്ല. പക്ഷെ അത് നടക്കുകയാണെങ്കിൽ വലിയൊരു സംഭവം.